നമുക്കിനി തൃശ്ശൂരിലേക്ക് പോകാം. തൃശ്ശൂരിൽ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. തൃശ്ശൂർ അത്താണിയിലായിരുന്നു ഇന്ന് ടെസ്റ്റ് നടത്താനിരുന്നത്. അത്താണിയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കുഴിവെട്ടി അതിൽ കിടന്നാണ് പ്രതിഷേധിക്കുന്നത്. സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിഷേധം. അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, ഇപ്പോഴും സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം അവിടെ തുടരുകയാണോ? ടെസ്റ്റുകൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണോ അവിടെ? തൃശ്ശൂർ അത്താണിയിൽ വേറിട്ട ഒരു സമരവുമായാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് യൂണിയൻ സംഘടനകളൊക്കെ തന്നെയുള്ളത്. ഇവിടെ ഒരു കുഴി വെട്ടി ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ടെസ്റ്റ് കേന്ദ്രത്തിന് സമീപത്തായി കുഴി വെട്ടി അതിൽ കിടന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. നമുക്ക് എന്തായാലും പ്രതിഷേധക്കാരോട് ചോദിക്കാം, എന്താണ് ഇത്തരത്തിലൊരു പ്രതിഷേധമായിട്ട് മുമ്പോട്ട്? ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ ഇന്ന് ഇപ്പോൾ ഈ സമരം തുടങ്ങിയിട്ട്, ഈ പ്രതിഷേധ സമരം തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ ഏകദേശം 10ാമത്തെ ദിവസം. മെയ് 1 മുതൽ ആരംഭിച്ചാണ് ഈ സർക്കുലറിന്. 2 മുതലാണ് അതിൻ്റെ പ്രതിഷേധം ആരംഭിച്ചതെന്നുണ്ടെങ്കിൽ ഇന്ന് 9ാമത്തെ ദിവസമാണ് ആവണേ. ഇതേവരെ മന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ നമ്മളുമായിട്ട് ഇതിനെ ഒരു സമവായം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ നാശത്തിന് വേണ്ടിയിട്ട് മന്ത്രി കരുതി കൂട്ടി ഇറക്കിയിട്ടുള്ള 4/2024 സർക്കുലർ എന്നുള്ളത് പിൻവലിച്ചേ പറ്റൂ. അതിലുള്ള എല്ലാ പറയുന്നതായ 10 കണ്ടീഷനുകളും നമുക്ക് പിൻവലിച്ചേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയുടെ അവസ്ഥ ഈ നിലയിലാവും എന്നുള്ളത് പൊതുജനത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം ഇവിടെ ആഹ്വാനം ചെയ്തത്. ഇനിയുമായിട്ട് മുന്നോട്ട് പോയാൽ ശവക്കല്ലറിൽ കടക്കേണ്ടി വരും എന്നുള്ളത്. ഡ്രൈവിംഗ് സ്കൂളുകാരെ എല്ലാവരും ശവക്കല്ലറിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല, പൊതുജനങ്ങളും ശവക്കല്ലറിലേക്കാണ് പോകേണ്ട അവസ്ഥ വരിക. എന്താ വെച്ചാൽ ഡ്യുവൽ കൺട്രോൾ ഇല്ലാത്തതായ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിനാണ് ഇവിടെ സർക്കാർ രൂപം നൽകിയിട്ടുള്ളത്. 4/2024 ഇളവ് നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് സമ്പ്രദായം ഒന്നും കൂടി കടുപ്പിക്കുകയാണ് ചെയ്തത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ ഒരു സർക്കുലറിനെതിരെ ഒരു ഇളവ് പ്രഖ്യാപിക്കേണ്ടത് പിന്നെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറല്ലേ. ഗതാഗത സെക്രട്ടറിയെ കൊണ്ട് ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷണറും മന്ത്രിയും തമ്മിലുള്ള വിയോജിപ്പാണ് അവിടെ തുറന്നു കാണിക്കുന്നത്. എന്താ വെച്ചാൽ ഗതാഗത സെക്രട്ടറി ആണ് പുതിയ ഇളവ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുള്ളത്. ആ ഇളവിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയണേ, ഒരു 6 മാസത്തെ സമയം അല്ലെങ്കിൽ 3 മാസത്തെ സമയം നമുക്ക് നീട്ടി തരൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു ഇളവും പ്രഖ്യാപിച്ചു പൂർണ്ണമായി പിൻവലിക്കണം. എങ്കിൽ മാത്രമാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയും പൊതുജനങ്ങളും ഇവിടെ കൃത്യമായ ഇതിലേക്ക് എത്തുള്ളൂ. ഇവർക്ക് എന്ത് പരിഷ്കാരം വേണമെങ്കിൽ നടത്താം. പരിഷ്കാരം നടത്തുന്നതിന് മുമ്പ് ഒരു പഠനം നടത്തേണ്ട. ഇവിടെ ഇതിന് പഠനം നടത്താനായിട്ടുള്ള അതോറിറ്റീസ് ഉണ്ട്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആയാലും കേരള സർക്കാരിന്റെ ആയാലും ഇവിടെ അതോറിറ്റികളുണ്ട്. ആ അതോറിറ്റികളിൽ ഒരു പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് വെച്ചതിന് ശേഷം ആ റിപ്പോർട്ടിന് അടിസ്ഥാനമാക്കിയിട്ട് വേണം പഠനം നടത്താൻ. അഥവാ ഒരു പരിഷ്കാരം വരുത്തി ഇവിടെ നല്ല ഇതാണ് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് മന്ത്രിസഭയിൽ വെച്ചിട്ടൊരു ഇത് മേടിക്കേണ്ട അവസ്ഥയില്ലേ. ഇത് മന്ത്രിസഭയിലും ഇല്ല, ഒന്നുമില്ല. തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കാണിക്കുന്ന ഒരു മാടമ്പിത്തരം ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലും പൊതുജനങ്ങളുടെ മുമ്പിലും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. നമ്മളതിനെ ഏത് വിധത്തിലും ഇത് പിൻവലിക്കുന്നവരെ പ്രതിഷേധിച്ച് തന്നെ നമ്മൾ മുന്നേറും. വിജയം വരെ നമ്മൾ പ്രതിഷേധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാളെ മുതൽ ഡ്രൈവിംഗ് സ്കൂളുകാർ ക്ലച്ചും ബ്രേക്കൊന്നും ഇല്ലാണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ അവസ്ഥയും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ അവസ്ഥയും നാളെ ഇതുപോലെ തന്നെയാണ്. ഇന്ന് ജീവനോടെ ഞാൻ ശവക്കുഴിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ നാളെ പൊതുജനങ്ങളും ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളുകാരും മരണപ്പെട്ടുകൊണ്ട് ഈ ശവക്കുഴിയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരും. എന്തായാലും അതായത് ഒരു പ്രതീകാത്മക പ്രതിഷേധവുമായിട്ടാണ് ഇവിടെയുള്ള ഡ്രൈവിംഗ് സംഘടനകളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സംഘടനകളും അവർ പ്രതിഷേധിക്കുന്നത്. അതായത് പ്രതീകാത്മകമായ ഒരു വലിയ പ്രതിഷേധത്തിലാണ് സമരക്കാരുള്ളത്.